പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി. ലക്ഷ്യം വലുതെന്നും സമയം കുറവെന്നും നരേന്ദ്രമോദി. നാളെ അടിയന്തര സുരക്ഷാ യോഗം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും യോഗത്തിലെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, പ്രധാനമന്ത്രി ഇതിപ്പോൾ ആവർത്തിക്കുകയാണ്, ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന്. നാളത്തെ യോഗം അതെത്രത്തോളം നിർണായകമാണ് നിലവിലുള്ള ഈ സാഹചര്യത്തിൽ? രഞ്ജിത്ത്, റോഷ്നി, നാളത്തെ യോഗം, മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ നാളെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. അത് വളരെ നിർണായകവുമാണ്. പ്രത്യേകിച്ച് ഇന്ന് ചില സൂചനകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ് എന്നുള്ളത്. അത് പലതിന്റെയും സൂചനയായിട്ടാണ് രാഷ്ട്രീയ ലോകം കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ശേഷം അദ്ദേഹം ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കും, ഭീകരവാദത്തെ അമർച്ച ചെയ്യാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന്. അതിനുശേഷം അദ്ദേഹം ഒരു പൊതു വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്നാണ്. അത് യുവാക്കളുടെ ഒരു പരിപാടിയിലാണ്. ആ പരിപാടിയിൽ അദ്ദേഹം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, രാജ്യത്തിന്റെ ടെക്നിക്കൽ സാങ്കേതിക വികാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് രാജ്യത്തിന് മുന്നോട്ട് പോവാൻ ധാരാളം മുന്നോട്ട് പോകാനുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ് എന്നുള്ളത്. അത് ചില വ്യക്തമായ സൂചനകൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അതിന് സമയം കുറവാണ് എന്നുള്ള സൂചനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനം, അന്തിമമായ തീരുമാനമെടുക്കാൻ നാളത്തെ മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. രാജ്യം മാത്രമല്ല, അന്തർദേശീയ സമൂഹം പോലും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ നിലനിൽക്കുന്ന ഈ സംഘർഷ സാഹചര്യം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമാണ്. എന്തായാലും നാളത്തെ യോഗം, അതിന്റെ വിശദാംശങ്ങളാണ് VS രഞ്ജിത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും നിർണായകമാണ് ആ യോഗം. തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് തന്നെയാണ്. പാക് പ്രതിരോധ മന്ത്രിയുടെ എക്സ് അക്കൌണ്ട് നിരോധിച്ചു. പ്രകോപനപരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫിന്റെ അക്കൌണ്ട് നിരോധിച്ചത്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, തുടർച്ചയായ പ്രകോപനമാണ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഓരോ തരത്തിലും ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. ആ തിരിച്ചടിയുടെ ഭാഗമായി തന്നെ കാണേണ്ടതില്ലേ ഇപ്പോൾ ഈ എക്സ് അക്കൌണ്ട് നിരോധിച്ചതും? എന്താണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്? ഉറപ്പായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പലപ്പോഴും പ്രകോപനപരമായ പ്രസ്താവനകളാണ് എക്സ് അക്കൗണ്ട് വഴി പുറത്തുവിടുന്നത്. അത് വലിയ വാർത്തയാവുകയും ചെയ്യുന്നുണ്ട്. തെറ്റായ വിവരങ്ങളാണ് ഖ്വാജ പറയുന്നത് എന്നതാണ് കേന്ദ്രം നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് രാജ്യത്തിലെ കൂടുതൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാര്യമില്ല എന്ന നിലയിലാണ് കേന്ദ്രം ഈ എക്സ് അക്കൗണ്ട് വഴിയുള്ള പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഈ പ്രതികരണങ്ങളെ, എക്സ് അക്കൗണ്ട് വഴിയുള്ള പ്രതികരണങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിക്കാൻ തീരുമാനമെടുക്കുകയും അത് എക്സിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് നടപ്പിലായിട്ടുണ്ട്. എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിലിരുന്ന് ഖാജയുടെ ഈ പ്രകോപനപരമായ പോസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരില്ല എന്നതാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അസത്യം പ്രചരിപ്പിക്കുന്ന, രാജ്യത്തിനെതിരെ പാകിസ്ഥാനിലിരുന്ന് സംസാരിക്കുന്ന ചില യൂട്യൂബ് അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു ഇന്ത്യയിൽ. അതിൽ ചില കായിക താരങ്ങളുടേതടക്കം ന്യൂസുമായി ബന്ധപ്പെട്ടതടക്കം പല യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഖാജ ആസിഫിന്റെ, പ്രതിരോധ മന്ത്രിയുടെ തന്നെ എക്സ് അക്കൗണ്ട് നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. റോഷ്നി, എന്തായാലും ആ പ്രകോപനത്തെ തടുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ പല മേഖലകളിലും ഇന്ത്യ ഇങ്ങനെ മറുപടി പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് നിരോധിച്ചുകൊണ്ടും ഒരു മറുപടിയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്.